Hello dears, welcome back to Silent Learning. Agila Miss ആണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഓണം എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് തന്നെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇന്റഗ്രേഷനിലൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാമിന് ഇനി ചോദിക്കാൻ പോകുന്ന ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അതിങ്ങനെയാണ്, നമുക്കൊരു ചിത്രം തരും അല്ലേ? അമ്മുക്കുട്ടിയുടെ പൂന്തോട്ടം. ഈ പൂന്തോട്ടത്തിൽ ഇതേ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എന്താണത്? അമ്മുക്കുട്ടിയുടെ പൂന്തോട്ടമാണ് ഈ കാണുന്നത്. പൂന്തോട്ടത്തിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് തയ്യാറാക്കാനാണ്? വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, 5 വാക്യങ്ങളെങ്കിലും, കുറഞ്ഞത് 5 വാക്യങ്ങളെങ്കിലും നമ്മൾ എഴുതിയിരിക്കണം. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നമുക്ക് തന്നിട്ടുള്ള ചിത്രം ഒന്ന് നിരീക്ഷിക്കുക. ആ ചിത്രത്തിൽ എന്തൊക്കെ കാഴ്ചകൾ മക്കൾ കാണുന്നുണ്ട് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് എന്താക്കി എഴുതാം? ഓരോ വാക്യമാക്കി എഴുതിയിട്ട് നമ്മുടെ ചോദ്യത്തിന് ഉത്തരമാക്കി മാറ്റാൻ പറ്റും അല്ലേ? ഇവിടെ നോക്കിക്കേ, മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടമാണിത്. ഇവിടെ ഇതേ കുറേ പക്ഷികളെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? പൂമ്പാറ്റകളെ നമ്മൾ കാണുന്നുണ്ട്, പൂക്കളെ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ട് എന്തെഴുതണം നമ്മൾ? 5 വാക്യങ്ങൾ. ക്വസ്റ്റ്യനിൽ 5 എന്ന് പറഞ്ഞിട്ടുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് 5 വാക്യങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ആൻസർ ആയിട്ട് എഴുതി കൊടുക്കണം അല്ലേ? എന്തൊക്കെ എഴുതാം നമുക്ക്? യെസ്, ഇവിടെ നോക്കിയേ, പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ കാണുന്ന കാര്യമാണ് അല്ലേ? ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു. സോ നമ്മുടെ ആദ്യത്തെ വാക്യമായിട്ട് നമ്മൾ എഴുതി പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളുണ്ട്. പൂമ്പാറ്റകളും തുമ്പികളും പാറിപ്പറക്കുന്നുണ്ട്. കുറേ പൂമ്പാറ്റകളും തുമ്പികളും എന്ത് ചെയ്യുന്നുണ്ട്? പൂന്തോട്ടത്തിലൂടെ പാറിപ്പറക്കുന്നുണ്ട്. മരത്തിൻ്റെ മുകളിൽ ഒരു അണ്ണാനുണ്ട്. ചിത്രം നോക്കിയ സമയത്ത് മക്കൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? മരത്തിൻ്റെ മുകളിൽ ഇതേ ആരുണ്ട്? ഒരു അണ്ണാനുണ്ട്. അപ്പം അതും നമ്മൾ എന്ത് ചെയ്തു? ഒരു വാക്യമാക്കി എഴുതി. നെക്സ്റ്റ് എന്താണ്? അവിടെ ഒരു മാവുണ്ട്, അതിൽ നിറയെ മാങ്ങയുണ്ട് അല്ലേ? മരം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞെങ്കിലും നമുക്ക് അടുത്ത വാക്യമായിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് എഴുതാം, ആ പൂന്തോട്ടത്തിൽ എന്തുണ്ട്? ഒരു മാവുണ്ട്, ആ മാവിൽ നിറയെ എന്തുണ്ട്? മാങ്ങയുണ്ട്. മാവിന് ചുറ്റും കാക്കകൾ പാറുന്നുണ്ട്. ദാ നോക്കിയേ നിങ്ങൾ, ഈ മാവിൻ്റെ ചുറ്റും ഒരുപാട് കാക്കകൾ എന്ത് ചെയ്യുന്നുണ്ട്? പാറുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? വാക്യങ്ങൾ എഴുതാം. ഇതേ വാക്യം തന്നെ മക്കൾ എഴുതണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ചിത്രം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്ന വാക്യങ്ങൾ എന്ത് ചെയ്യുക? അവിടെ എഴുതുക. അപ്പോൾ ഒരു വിവരണം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ ഇതാ ഇവിടെ കാണുന്ന പക്ഷി, അല്ലെങ്കിൽ എന്താണ്, തുമ്പി, മരങ്ങൾ, പൂമ്പാറ്റ, പൂക്കൾ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് വാക്കുകളെ ആവുന്നുള്ളൂ അല്ലേ? അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? വാക്യത്തിലേക്ക് മാറ്റണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ മക്കൾക്ക് ചിത്രം തരും. പക്ഷെ ആ ചിത്രത്തിന് എന്തുണ്ടാവില്ല? ഇതേപോലെ കളർഫുൾ ആയിരിക്കില്ല അല്ലേ? നമ്മളോട് എന്ത് ചെയ്യാൻ പറയും? യെസ്, നിറം നൽകാൻ പറയും. അപ്പം നിറം നൽകാൻ പറഞ്ഞിട്ട് എന്നിട്ടാണ് നമ്മളോട് ചിലപ്പോൾ എന്ത് പറയുക? ഒരു വിവരണം തയ്യാറാക്കാൻ, വാക്യങ്ങൾ എഴുതാനൊക്കെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് മക്കൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതാ 5 വാക്യങ്ങൾ നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതേപോലെ മക്കൾ എന്ത് ചെയ്ത് നോക്കുക? ഈ പൂന്തോട്ടം നോക്കിയിട്ട് സ്വന്തമായിട്ട് കുറച്ച് വാക്യങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനിയും നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.